ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ലാന്നിട്ട് തഹസിൽദാർ സൈൻ ചെയ്ത ഇവര് പറയുന്നത് ഈ പെൺകുട്ടി പ്രേമിച്ചൊരു കല്യാണം കഴിച്ചു, അത് വേറെ ജാതിയാണ്, പക്ഷെ അതുകൊണ്ട് ഇവർക്ക് തരാൻ പറ്റില്ല എന്നാണ്. ഞാൻ അപേക്ഷ കൊടുത്തു, ഗസറ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇത് സർട്ടിഫിക്കറ്റ് തരണമെന്ന് ഞാൻ അപ്ലൈ ചെയ്തു. അതനുസരിച്ച് മാത്രമാണ് അവരിങ്ങനെ എനിക്ക് തന്നത്. ഞാൻ എന്റെ അപേക്ഷ അനുസരിച്ച് മാത്രം മേഡം പറഞ്ഞതനുസരിച്ച് മനസ്സിലായോ? സംഭവം ഞാൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിരുന്നു. അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ പിന്നെ ഞാൻ ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്ന് ഒറ്റ കാരണത്താൽ ഇവർ തരുന്നില്ല. തരാത്തത് ഇവിടെ എന്ത് കാരണമാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇവർ ഓരോ ദിവസം ഓരോ റീസൺസ് പറയണം. പിന്നെ നീട്ടി വെച്ച് ഇപ്പൊ ഷൈൻ എന്ന് പറയുന്ന സ്റ്റാഫ് പറയണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലർക്ക് പറയണത് പോലീസ് അത്ര നല്ല ജോലിയൊന്നുമല്ല, പിന്നെ കിട്ടും, പിന്നെ എന്തെങ്കിലും ചെലവുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയണത്. വില്ലേജ് ഓഫീസറാ ഉമാദേവി എന്നാണ് പേര്. വില്ലേജ് ഓഫീസറാണ് ഒട്ടും തരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഷൈൻ എന്നുള്ള സ്റ്റാഫും ഈ വില്ലേജ് ഓഫീസറാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഓട്ടിക്കുന്നത്. എന്നിട്ട് തഹസിൽദാർ ഇത് കത്ത് തന്നിട്ടുണ്ട് എനിക്ക്. ഞാൻ ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക്കാണെന്ന് സർട്ടിഫിക്കറ്റ് തന്നിട്ടും ഇവരത് അംഗീകരിക്കുന്നില്ല. ഇവരെ മുകളിലുള്ള ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച റിപ്പോർട്ട് പോലും ഇവർ അംഗീകരിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ മാസം 14-ാം തീയതി മുതലാണ്, കഴിഞ്ഞ മാസം 14-ാം തീയതി എനിക്ക് പോലീസിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നതാണ്. അത് 21-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്. അതുവരെ ഞാൻ ഇവിടെ കയറി ഇറങ്ങി നടന്നു ഇവിടെ. എന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങോട്ട് താലൂക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് താലൂക്കിൽ നിന്ന് എല്ലാം ഓക്കെ ആക്കി തന്നിട്ട് ഇവര് നോൺ ക്രീമിയർ തന്നില്ല ഇപ്പോഴും. അതായത് ഞാൻ ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക് കത്തർത്തേനാണ്, ഇത് ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക് കത്തർത്തേനാണ്. അപ്പൊ നമുക്ക് ഗസറ്റ് പബ്ലിഷ് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യണം, കൺവേർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഗസറ്റ് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വേണം പറഞ്ഞതെന്ന് വെച്ചാൽ എന്റെ ഇതുപോലെ ഗസറ്റ് പബ്ലിഷ് ചെയ്ത് 6 മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ തരണില്ല, ഇപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് തരണില്ല. എല്ലാ യോഗ്യതയും ഉണ്ട് എനിക്ക്. നമ്മുടെ പള്ളിയിലുള്ള അംഗങ്ങളെയാണ് KLC-യാണ് സമീപിച്ചത്. അപ്പൊ അവർക്കറിയാലോ നമ്മുടെ പള്ളി പോണത് എല്ലാം ഉള്ള അത് അറിയാന്നുള്ളതുകൊണ്ട് അവർ നമ്മളെ സഹായിക്കാവുന്നതാണ്. ആ പൈസ എന്റെ അടുത്ത് പൈസക്ക് ചെലവുണ്ടെന്ന് പറഞ്ഞു. പൈസയുടെ ചെലവുണ്ടെന്ന് ഷൈൻ എന്ന് പറഞ്ഞ സ്റ്റാഫ് പറഞ്ഞു. ഷൈൻ ഇവിടുത്തെ ക്ലർക്കാണ്. ഇവിടെ ഇന്നലെ വന്നപ്പോഴും എന്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ്. ഇന്നലെ ഞാനിവിടെ വന്നു, ഞാൻ ഇവിടെ വന്നു. പോലീസ് എന്നുള്ള ജോലി മോശമാണ്, പോലീസ് എന്നുള്ള ജോലി പറ്റില്ല. അടുത്തൊരു ലിസ്റ്റ് വന്നിട്ട് അതില് തരാന്നാണ് എന്റെ അടുത്ത് പറയണത്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചാൽ ആ ഗസറ്റ് പബ്ലിഷ് ചെയ്ത് ഞാനിപ്പോ LC ആണ്, ഗസറ്റ് പബ്ലിഷ് ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ട് തരാം എന്നാണ് ഇവരെന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്റെ SSLC സർട്ടിഫിക്കറ്റ് ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക് എന്നാണ്. എനിക്ക് താലൂക്കിൽ നിന്ന് തഹസിൽദാർ തന്നതും ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക് എന്നാണ്. അപ്പൊ അത് രണ്ടും ഒരുമിച്ചായ സ്ഥിതിക്ക് ഗസറ്റ് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ കൺവേർട്ട് ചെയ്യണതല്ല. അപ്പൊ ആ ഒരു ഇതുപോലും ഇവിടെ കൊടുത്തിട്ട് ഇവർക്കത് പറ്റൂല എന്നാണ് പറയണത്. വില്ലേജ് ഓഫീസർ പറയണമെന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാൻ. അതിനിപ്പോ വില്ലേജ് ഓഫീസർ ശുപാർശ വേണ്ടല്ലോ എനിക്ക്. ഞാൻ അടുത്തൊരു LD ക്ലർക്ക് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങി നിനക്കത് പറ്റും എന്നൊക്കെയാണ്. അതിന്റെ ശുപാർശ ഇവരല്ലല്ലോ എനിക്ക് തരേണ്ടത്. 14-ാം തീയതി മുതൽ ഇവിടെ കയറി ഇറങ്ങുന്നത് ഇവർ ഓരോ ദിവസങ്ങൾ പറഞ്ഞ് മാറ്റി വിടുന്നത്. ഞങ്ങൾക്ക് വേണ്ടത് അപ്പം ഓരോ ദിവസം പറഞ്ഞ് മാറ്റി വിടാനാണ്. അപ്പൊ ഇവർക്ക് ഈ 3-ാം തീയതി ലാസ്റ്റ് മാർച്ച് ജനുവരി 3-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിനിപ്പോ സർട്ടിഫിക്കറ്റ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഇത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പള്ളിക്കാരിയാണ്, ഞാൻ KLC എനിക്ക് രൂപത പ്രസിഡന്റാണ്, ഞങ്ങളത് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ വന്നു. ഇവരെന്തെന്ന് ചോദിച്ചു, ഞങ്ങൾ വന്ന് വേറെ പറഞ്ഞില്ല. നിങ്ങൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ ഈ റിജക്ട് ചെയ്യാൻ കാരണം അപ്പൊ ഇവർ അന്വേഷിച്ചപ്പോ ഒരു ഈ ക്രിസ്ത്യൻ അല്ല ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുകയാണെന്ന് തെളിവുണ്ട്. ആ തെളിവ് നമ്മൾ ഹാജരാക്കാൻ ഞങ്ങൾ നോക്കാം. അപ്പൊ ആ കാര്യമൊന്നുമില്ല. ഇവർ റിജക്ട് ചെയ്യും, പിന്നീട് നമ്മുടെ അപ്പീലിന് പോകാൻ അങ്ങനെ ഞങ്ങൾ പോവുകയില്ല. അപ്പൊ ഞങ്ങൾ ഇത്ര ദിവസമായി. അപ്പൊ ഇവർ വീണ്ടും അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾ പിന്നെ വീണ്ടും അപേക്ഷ കമ്പ്യൂട്ടർ സെന്ററിൽ അക്ഷയ സെന്ററിൽ അപേക്ഷ കൊടുത്തു. അപ്പൊ അപേക്ഷ കൊടുത്തിട്ട് അപേക്ഷ വരട്ടെ എന്നിട്ട് നോക്കാന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ 1-2 മണിക്കൂറുകൂടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് കാലാതായമാണ് ഞങ്ങൾ